ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയേക്കുമായിരുന്നേ, ഞാനും ചേട്ടനും കൂടെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ മുഖത്ത് എന്താ ചെയ്തത് ആർക്കറിയാം അല്ലേ, വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പം നമ്മുടെ മോൻ രാവിലെ തന്നെ ഓഫീസിലോട്ട് പോവാട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ അവൻ ഓഫീസിൽ പോയി. അക്കരെ നോക്കിക്കേ, കണ്ണപ്പനപ്പം അങ്ങോട്ട് പോയി. ചേട്ടൻ രാവിലെ വണ്ടിയൊക്കെ തള്ളിക്കൊണ്ട് നടക്കുന്നു. അതാ നമ്മുടെ അക്കരെ ഒന്ന് രാവിലെ ഒത്തിരി ദിവസമായില്ല നിങ്ങളെ രാവിലത്തെ പ്രഭാതം അടുത്ത വട്ട് രാവിലെയും പ്രഭാതം അല്ല ഒന്ന് തന്നെയല്ലേ അല്ലേ. കണ്ട വട്ടാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. കണ്ട അക്കരെ അത് അത്രയും കളഞ്ഞു. നോക്കിക്കേ, ആ വണ്ടി വെച്ച് അതിൻ്റെ തിട്ടയൊക്കെ അത് അങ്ങനെ ആക്കി. ഇനി കരിങ്കല്ല് കെട്ടാനുള്ള ശ്രമത്തിലാട്ടോ. അക്കരെ ഒരു ചേച്ചി നടന്ന് പോകുന്നു. രാവിലെ എന്നാ ചേച്ചിക്ക് ഉദ്ദേശം എന്നറിയത്തില്ല. നടന്നു പോകുന്നു. കണ്ടോ, എന്തൊക്കെയോ നോക്കാൻ വന്നതാ. ആ ചേച്ചിയാണ് ഇപ്പുറത്തേന്നൊന്നും നമുക്കറിയില്ലല്ലോ. കണ്ടോ, ഇതാണ് നമ്മുടെ രാവിലത്തെ അന്തരീക്ഷം. ഒറ്റ കിളികളെയും കാണുന്നില്ല. അപ്പം ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ബസ്സല്ലേ കയറുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ശരി, പോയിട്ട് വാ മോനെ. സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കണേ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഓക്കെ മോനെ. ശരി മക്കളെ. പാവം പിള്ളേരല്ലേ. എൻ്റെ ദൈവമേ, ദൈവം കാത്തതല്ലേ അല്ലേ. എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടോ. അവന് അത്രയല്ലേ വന്നുള്ളൂ. ദൈവമേ, പേടിച്ച് ഒച്ചയായിട്ട് എന്നാന്നേ. എല്ലാ പിള്ളേരും ദൈവം കാക്കട്ടെ. എൻ്റെ ദൈവമേ, അതല്ലേ നമുക്ക് പറയാൻ പറ്റും. എല്ലാവരും എൻ്റെ മോൻ്റെ കാലിന് കുറയാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് പെട്ടെന്നൊക്കെ കുറച്ച് ഉണങ്ങാനുണ്ട്. വലിയ മുറിവിന് കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. ഇത് കണ്ടോ, മക്കൾ രണ്ടുപേരും പോകുമ്പോൾ എല്ലാവരും നോക്കി ഇങ്ങനെ നിൽക്കുമെന്ന്. പാവം, അതുങ്ങൾക്ക് എന്നാ അറിയാം അല്ലേ. ഇനിയിപ്പോൾ പാലും വിറ്റാമിനുണ്ട്, വിറ്റാമിൻ സാധനം കൊടുക്കും. അവൾ പ്രഗ്നൻ്റാണ്, നീലു. അപ്പോൾ അവൾക്കും എല്ലാവർക്കും ഇച്ചിരി കൊടുക്കും. പാവമല്ലേ, ഒരാൾക്ക് കൊടുക്കുമ്പോൾ. നീലുവിന് പിന്നെ ഇച്ചിരി കൂടുതൽ കൊടുക്കും. അവൾ പ്രഗ്നൻ്റ് അല്ലേ. അവൾ വിഷുവിന് മുമ്പ് പ്രസവിക്കുമെന്ന് തോന്നുന്നു കേട്ടോ, ഡേറ്റ് അനുസരിച്ച്. അതുകൊണ്ട് തരാടി മക്കളെ, അമ്മ തരാടി, എൻ്റെ തങ്കത്തിന് തരാടി. അച്ചോടാ, എന്തോ ഒരു സ്നേഹം അല്ലേ. മനുഷ്യരെക്കാൾ സ്നേഹമുള്ളതാണ് ഇതുങ്ങൾക്ക്. അമ്മമ്മയ്ക്ക് എപ്പോഴും ഉറക്കാം. അമ്മമ്മയ്ക്ക് വയസ്സായില്ലേ. കണ്ടോ, ഇവിടുത്തെ അമ്മമ്മയുടെ കാര്യം പറയുന്നതല്ല, വയസ്സായി. പക്രുനെ കാണിച്ചിരട്ടെ. എൻ്റെ വഴുതനയൊക്കെ ഇതുവരെ അങ്ങോട്ട്, ഈ ചെറിയ വഴുതനയൊന്നും അങ്ങോട്ട് പൊങ്ങിയില്ല കേട്ടോ. ഞാൻ ഇത്രയും വന്നപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചേക്കാം. ഇത് കണ്ടോ, എൻ്റെ പൊക്കമുള്ള കപ്പളങ്ങ. ഇതുണ്ടോ, നിറച്ച് കപ്പളങ്ങ ആവുന്നുണ്ട്. ഭയങ്കര അതിശയാണ്. കുഞ്ഞു കപ്പളം ഇത്രേ ഉള്ളൂ പൊക്കം. കണ്ടോ, ഇവിടുത്തെ കപ്പളമൊക്കെ നിറച്ച കപ്പളങ്ങ. ഇതൊരു വേറൊരെണ്ണം. ഇതിനകത്തുനിന്ന് തന്നെ സാമ്പാറിനൊക്കെ എടുക്കുന്നത്. അതിനകത്തുനിന്നാണ് മെഴുക്കുവരട്ടിക്ക് എടുക്കുന്നത്. ഇഷ്ടംമാതിരി കപ്പളമുണ്ട്, ഇഷ്ടംമാതിരി. ഇനി നമ്മുടെ റംബൂട്ടാനൊക്കെ നല്ല വലുതായി വരുന്നുണ്ട്. റംബൂട്ടാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ പക്രുനെ കാണിച്ചിരട്ടെ. പക്രു, അമ്മയുടെ മുത്തിനെ എല്ലാവർക്കും കാണണമെന്ന്. അതേടാ, ഒരു ഷെയ്ക്കാൻ്റെ അമ്മയ്ക്ക് തരണേ. അമ്മയെ നാണം കെടുത്തുവോ നീ? ഇങ്ങനെ കിടക്കുമ്പോൾ ഷെയ്ക്കാൻ്റെ കുറവാണ്. എഴുന്നേറ്റ് നല്ല ഷെയ്ക്കാൻ്റെ തരുമോ ഷെയ്ക്കാൻ്റെ? ഒരു ഷെയ്ക്കാൻ്റെ ഒരു ഷെയ്ക്കാൻ്റെ മടിയനാണേ. ഇങ്ങനെ കിടക്കുമ്പോൾ ഷെയ്ക്കാൻ്റെ തരത്തില്ല, എഴുന്നേറ്റ് നിൽക്കണം. പക്രു, ഒന്ന് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കടി. എന്തൊരു ഗൗരവം. അപ്പോൾ ഇനി ഞാൻ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഞാൻ ആരെയും കാണിച്ചില്ലായിരുന്നോ. ഇത് കുറച്ചായതേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ ചേട്ടനിങ്ങനെ മേടിച്ചതായിരുന്നു, എല്ലാം കൂടെ വെക്കാമല്ലോ എന്നോർത്ത്.
ഹെൽമെറ്റിന് ആരൊക്കെ പറഞ്ഞായിരുന്നു പുറത്ത് വെക്കുക. ശരി തന്നെ കേട്ടോ, ഞാൻ അകത്തെടുത്ത് വെച്ചോളാം. വെച്ചേക്കുമായിരുന്നു. ഇതിപ്പം എടുത്ത് റെഡിയാക്കി. ഇത് പൊടിയൊക്കെ, ഇത് കുറച്ച് പഴകിയതാണ്. അപ്പം അതിനെ പൊടിയൊക്കെ തൂത്ത് അകത്തോട്ട് തന്നെ വെക്കാം കേട്ടോ. പാമ്പൊക്കെ കയറി. ശരിയാ പറഞ്ഞു കേട്ടോ, വളരെ താങ്ക്സ്. ചെരുപ്പെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണെന്നറിയാമോ? ഉപ്പുമാവും പപ്പടവും പഴവുമാണ് കേട്ടോ. ഇതാ ഉപ്പുമാവും പപ്പടവും പഴവുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ഉണക്കയിലെ മാങ്ങയും എല്ലാം കൂടെ കറിയാണ് കേട്ടോ. അതാണ് നമ്മൾ ഇന്നത്തെ കറി. അവിയലും ഇരിപ്പുണ്ട് മാത്രമേ ഇന്നുള്ളൂ കേട്ടോ. രാവിലെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഉണക്കയിലെ മാങ്ങയും എല്ലാം കൂടെ നമ്മുടെ അടുപ്പത്താക്കി. നമ്മുടെ അടുപ്പത്ത് നമ്മുടെ ഉണക്കയിലെ മാങ്ങ എല്ലാം കൂടെ നമ്മുടെ അടുപ്പത്ത് വെച്ച്, പിന്നെ മറ്റുള്ളവരുടെ അടുപ്പത്ത് വെക്കാൻ പറ്റുമോ അല്ലേ? വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? നമ്മുടെ ഗ്യാസൊക്കെ തീർന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. ഗ്യാസ് തീർന്ന് ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഗ്യാസ് തീർന്നു പോയായിരുന്നേ. ഞാൻ ബുക്ക് ചെയ്തിട്ട് എൻ്റെ അഹങ്കാരം താമസിച്ച് ബുക്ക് ചെയ്യാൻ. അപ്പൊ പിന്നെ അവരുടെ സമയമാകാതെ എന്നാലും വിളിച്ചു പറഞ്ഞ തരും കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അന്ന് എന്തോ വെള്ളപ്പൊക്കം, ഗ്യാസ് വരാൻ പാടായിരുന്നു. അപ്പൊ ഞാൻ ബുക്ക് ചെയ്യാനും താമസിച്ചു. അപ്പൊ എൻ്റെ കൂട്ടുകാരി രേഖയുടെ വീട്ടിൽ നിന്ന് അവൾ എനിക്ക് ഗ്യാസ് തന്നു. ഞങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യും. എല്ലാവരും അങ്ങനെയല്ല അല്ലേ? നമുക്ക് അതിനകത്തൊന്നും കുഴപ്പമില്ല. അപ്പം അവളെ ഒന്നും വിളിച്ചില്ല. അവളെ കുറേ ദിവസമായിട്ട് അവളെ വിളിക്കണം എന്നും ഓരോ പണിയും ഇതൊക്കെ ആയിട്ട്. ഇന്ന് നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് പോവാണേ. എൻ്റെ ബർത്ത്ഡേ വരുന്നു, പിറന്നാൾ കാർത്തിക 11-നാന്ന് തോന്നുന്നു കേട്ടോ. 11-ാം തീയതി കാർത്തിക വരുന്നുണ്ട്. അപ്പം ചേട്ടൻ എനിക്കൊരു ചുരിദാർ വാങ്ങിച്ചു തരും, മോനൊരു ചുരിദാർ വാങ്ങിച്ചു തരും. രണ്ടുപേരും കൂടെ ചുരിദാർ വാങ്ങിച്ചു തരും. രണ്ടും കൂടെ ഞാൻ അങ്ങോട്ടിടും. രണ്ടും കൂടെ ഒന്നിച്ചല്ല, രണ്ടും വേണ്ടാന്ന് പറഞ്ഞില്ല, പോരട്ടേന്ന് പറഞ്ഞു. കാരണം വല്ലപ്പോഴും അല്ല നമ്മൾ എടുക്കുന്നത്. അമ്മ കഴിക്കുവാന്ന് പറയാൻ ബ്രേക്ക്ഫാസ്റ്റ്. ഉപ്പുമാവൊക്കെ കഴിക്കുക. ഭഗവാനെയൊക്കെ പോയി കണ്ടിട്ട് ഇന്ന് ഭഗവാനെയൊക്കെ പോയി കണ്ടു. കണ്ട് വന്ന് ഉപ്പുമാവ് കഴിക്കുക. അപ്പൊ കുറേ ദിവസം കൂടിയാ ഞാലിപ്പൂവമ്പഴം എടുത്ത. വയറ്റിലൊക്കെ പ്രശ്നമൊക്കെ അല്ലായിരുന്നോ, തട്ടും മുട്ടും ഒക്കെ ആയിരുന്നു വയറ്റിനകത്ത്. അതുകൊണ്ട് അതൊന്നും തിന്നുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നൊരു പേപ്പറിൽ ഇട്ടേക്കാം. കുറേ ദിവസം കൂടിയാ ഞാലിപ്പൂവൻ തിന്നുന്നതെന്ന്. ഇന്ന് ഞാൻ നാളത്തെ പേപ്പറിൽ കൊടുത്തേക്കാന്നും പറഞ്ഞു കേട്ടോ. ഇന്ന് കഴിച്ചു. അപ്പൊ അവിടെ ഇരുന്ന് കഴിക്കുക കേട്ടോ. ചിട്ടയായിട്ട് അടങ്ങി ഒതുങ്ങിയിരുന്ന് കഴിച്ചോണം. അല്ല എന്നെ ശരിയാക്കും. അപ്പൊ തേയില വെള്ളത്തിന് കടുപ്പം ഇച്ചിരി കുറഞ്ഞു പോയപ്പോ ഞാൻ വീണ്ടും ഇച്ചിരി തേയിലയും കൂടി ഇട്ടിട്ട് ഊറ്റാൻ പോകുന്നു. കടുപ്പം കുറഞ്ഞ ചേട്ടൻ കലിപ്പ് വരും. കടുപ്പം കുറഞ്ഞ ചേട്ടന് കലിപ്പ് വരും. കടുപ്പമില്ലെങ്കിലും ചേട്ടന് കലിപ്പ് വരും. അപ്പം രണ്ടിന്റെയും കൂടെ മിക്സ് ആയിട്ട് നടുക്ക് നിൽക്കണം. നമ്മുടെ അയലക്കറി സൂപ്പറാട്ടോ. നമ്മുടെ അമ്മ കഴിഞ്ഞ ദിവസം അയല കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, ഇളകി മറിഞ്ഞ് കണ്ടിട്ട് വീഡിയോയിൽ എല്ലാരും കമന്റ് വിട്ടായിരുന്നു. എല്ലാം മതി, കയ്യും കഴുകി കഴിക്കട്ടെ കേട്ടോ. ചേട്ടപ്പം വരും. ഞാനും ചേട്ടനും കൂടെ പുതിയ ബാഗൊക്കെ പിടിച്ച് ഷോപ്പിങ്ങിന് പോവാണേ. ഭയങ്കര സ്റ്റൈലാണ്. ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് അവിടെ ചെന്നിട്ട് എന്താ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. പോയിട്ടൊക്കെ വരാവേ. ഞങ്ങൾ പോയച്ച് വരാൻ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. രാജു ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. രാജു നോക്കിക്കൊള്ളണം. രാജുവിനെ നിങ്ങളെല്ലാരും നോക്കിക്കോണേ. ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിങ്ങിന് പോയിട്ട് വന്നിട്ട് എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാം കേട്ടോ. അല്ല നമ്മള് കട ചെന്നിട്ട് കാണും. അതാ പറഞ്ഞേ. ശരി, പോയിട്ട് വരാം. ഓക്കെ. രാജു ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. രാജുവിനെ എന്റെ കൂട്ടുകാരെല്ലാം രാജുവിനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുവാന്ന് കേട്ടോ. ഞങ്ങൾ വരുന്നിടം വരെ എന്നെ നോക്കിക്കോണേ. നോക്കിക്കോ. ശരി, പോയിട്ട് വരാം കേട്ടോ അമ്മേ. സൂപ്പറാണോ? ഞാൻ കേറി നോക്കിയാ ഇട്ട് നോക്കിയതാ കേട്ടോ. അപ്പൊ നമ്മളെടുത്ത ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അല്ലേ? ഇത് നല്ല ഭംഗിയല്ലോ. ഇതാ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതാ ഇതൊരെണ്ണം മടക്കി വെച്ച സാധനമാണ്. വീണ്ടും നിവർത്തും. പലാസ മോഡല്.
പിന്നെ ഇതാ ഇതും ഇത് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇഷ്ടപ്പെട്ടല്ലോ. ആ ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ തപ്പിയേ. എനിക്ക് ഈ ബ്ലാക്ക് ഇഷ്ടമായിരുന്നേ, പക്ഷേ ഇതിനില്ലേ എല്ലാം ഇതായി വരുമ്പം ഞാൻ നല്ല വെളുത്തതായതുകൊണ്ട് പിന്നെ ഇടുമ്പോൾ എനിക്കൊരു ടെൻഷൻ, അതുകൊണ്ട് ഞാനിതെടുത്തില്ല കേട്ടോ. ഇവിടെയൊക്കെ കുറേ തപ്പി കേട്ടോ, ഇഷ്ടംമാതിരി നർമ്മദയിലാണ് വന്നേക്കുന്നത്. ഈ ചുരിദാർ ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക്? ഇത് നോക്കി വെച്ചതാണേ. അപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു മറ്റേ ചുരിദാർ എടുത്താൽ മതി എന്നും പറഞ്ഞ് അതെടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതങ്ങ് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ചേട്ടനവിടെ ബില്ലൊക്കെ പേ ചെയ്യാൻ നിൽക്കുവാണ്. ചേട്ടനവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ നീലയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ഈ ബൊമ്മയിലിട്ടിരുന്ന ചുരിദാറിൻ്റെ ആയിരുന്നു ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാനിനി ഷോൾ എടുക്കട്ടെ കേട്ടോ. ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വണ്ടി പാർക്കിംഗ് ഇവിടെ ചെയ്തിരുന്നത്. നോക്കിക്കാൻ നമ്മുടെ ടൗണിലെ ബഹളങ്ങൾ കണ്ടോ? എന്തോ ഒരു ബഹളം. സൊമാറ്റോക്കാരാണ് നിരത്തി പിടിച്ച് വണ്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇനി തിരിച്ചങ്ങ് പോവും കേട്ടോ. അടുത്ത നമ്മൾ ശാസ്ത്ര റോഡിൻ്റെ അവിടെ വന്ന് ഗണപതിയെ നമ്മുടെ വണ്ടിയിലെ എല്ലാ വണ്ടിയിലും നമ്മുടെ ഗണപതി ഭഗവാനെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. അതിന് വേണ്ടി ഇവിടെ വന്ന കേട്ടോ. ഇവിടെ എല്ലാം നെയിം പ്ലേറ്റ് ഒട്ടിക്കുന്ന കടയാണല്ലോ. ഇവിടെ ആണല്ലോ നമ്മൾ ഒട്ടിക്കുന്നത്. ചേട്ടൻ അതിനകത്ത് നിൽപ്പുണ്ട് ഗണപതിയെ ഒട്ടിക്കാൻ വേണ്ടി. നല്ല ഉരുണ്ട ഗണപതിയാണ് നമ്മുടെ വണ്ടിയിലൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുക ഇവിടെ. ഇനി ഇവിടുന്ന് നേരെ ഒരു കരിക്ക് കുടിക്കണം, നേരെ വീട്ടിൽ പോകണം. അതാണ്, അല്ല വീട്ടിലല്ല, കരിക്ക് കുടിച്ചിട്ട് നേരെ വാരിശ്ശേരി ഹോസ്പിറ്റലിൽ ചെന്ന് അവൻ്റെ മരുന്ന് തീർന്നു പോയായിരുന്നേ. അപ്പം അതും കൂടെ മേടിക്കണം. ഓയിൽമെൻറ്റ് നമുക്ക് തേച്ചുകൊണ്ടിരിക്കുന്ന ഓയിൽമെൻറ്റ് മുറിവെ തേച്ചുകൊണ്ടിരിക്കുന്ന അത് തീർന്നു പോയായിരുന്നേ. ഇതാണ് ശാസ്ത്ര റോഡ് കേട്ടോ. ശാസ്ത്ര റോഡ് കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടോ. ഇവിടുന്ന് ഇറങ്ങി നേരെ അങ്ങനെ പോയിട്ട് ഇടത്തോട്ട് ലെഫ്റ്റിലോട്ട് തിരിയുന്നത് നമ്മുടെ നാമ്പറത്തോട്ട് തിരിയുന്ന ഭാഗമാണ്. നേരെ മേളിലോട്ട് കയറിപ്പോയാലും വലത്തോട്ട് തിരിഞ്ഞ ചുങ്കം കയറിപ്പോകുന്ന ഭാഗമാണ്. എവിടെ കൂടെ ചെന്നാലും നമ്മുടെ വീട്ടിലെത്താം കേട്ടോ. ഞങ്ങൾ ഭയങ്കരമായിട്ട് വിയർത്ത് കുളിച്ച് നാശമായി. അപ്പം ഒരു ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി ഇരിക്കുക. ഐസ്ക്രീം വിത്ത് ഷെയ്ക്ക് കുടിക്കാൻ ഇരിക്കുവാണേ. ചേട്ടൻ അങ്ങനെ കട്ട വെയിറ്റിങ്ങിലിരിക്കുക കേട്ടോ. ഒന്നും അറിയുന്നില്ലെന്ന് തോന്നുന്നു. ഞാനും കട്ട വെയിറ്റിങ്ങിലിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫ്രൂട്ട് സലാഡ് ഷെയ്ക്ക് വിത്ത് ഐസ്ക്രീം വന്നു. ഞങ്ങളിനി കുടിക്കട്ടെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് ഈ സ്ട്രോയെന്ന് വിടാൻ. ഞാൻ വീട്ടിൽ വന്നേ. അപ്പം നമ്മുടെ അമ്മ ചുരിദാറൊക്കെ നോക്കുക കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കുവാണ്. നിങ്ങളെ കാണിച്ച ചുരിദാർ തന്നെ ഒരെണ്ണം എടുത്തു. അത് ഷോളാമേ. ആ ഇത് ഇപ്പോൾ ഒരു വേറൊരു എന്ത് ചുരിദാർ എടുക്കാനകത്തൊന്നും അതൊക്കെ ഷോളാ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോള് ഈ ഇപ്പം ഇട്ടേക്കുന്ന ഈ ചുരിദാറിൻ്റെ ഷോൾ അത് ഒരെണ്ണം. നമ്മളിപ്പം ഞാൻ ഇന്നിട്ട ചുരിദാറില്ല, അതിൻ്റെ ഒരു ഷോൾ ഞാൻ ഇതെടുത്തേ. ഇതിൻ്റെ ചുരിദാറിൻ്റെ ഷോൾ ഇപ്പം ഇട്ടേക്കുന്നതിൻ്റെ എനിക്ക് ഇഷ്ടമില്ലെന്നേ, കൊള്ളത്തില്ല. നിവർത്ത് നോക്ക് രാജു, നിവർക്ക് രാജു. ഞാൻ എടുത്ത ചുരിദാർ കണ്ടോ? ഇനി സ്പെഷ്യലായിട്ടൊന്നും കാണിക്കണ്ടല്ലോ. തിരിച്ച് കാണിച്ച രാജു. അങ്ങനെ തന്നെ. ഇങ്ങോട്ട് കാണിച്ചേ. അല്ലേ ഇതാ ഒരെണ്ണം. അത് അതിൻ്റെ ബോട്ടം വൈറ്റ് ഷോള്. ഇത് ഇതാ ഇത് ഇത് അതെന്നെടുത്ത്. ഇത് ഷോള്, ഇത് ഷോള്. ഇത് നോക്ക, ഇതെടുത്തേ, അതെടുത്തേ. എനിക്ക് അതാ ഒന്നുകൂടി ഇഷ്ടം. അതിൻ്റെ ഫ്രണ്ട് വശം നോക്കി. ഫ്രണ്ട് കാണിച്ചമ്മ ഇങ്ങോട്ട്, ഇങ്ങോട്ട് ഫ്രണ്ട് കാണിച്ച. അതിൻ്റെ ദാ കണ്ട, ഇതൊരു ചുരിദാറ്. പിന്നെ ഇത് ഷോള്. അതിൻ്റെ ഇത് കണ്ട, ഇതിൻ്റെ ഇത് കണ്ട നോക്കിക്കേ. ഇത് പലാസ. ഇതിങ്ങനെ പിടിച്ചമ്മ. പലാസ കണ്ട അതിനടിയിലത്തെ, നല്ല ഭംഗിയല്ലേ.
ഇതാണ് പലാസ. അതിൻ്റെ ബോട്ടം എടുത്തത് കേട്ടോ. ഇത് അമ്മ ഇടാൻ പോ പലാസ. രാജുവിന് അത് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. രാജുവിന് അത് ഇട്ട് കൊടുക്കാം പലാസ. കണ്ട ഇങ്ങനെയാണ് മേടിച്ചത്. അപ്പോൾ ഒന്ന് ചേട്ടൻ്റെ ഗിഫ്റ്റ്, ഒന്ന് മോൻ്റെ ഗിഫ്റ്റ് ബർത്ത്ഡേയുടെ. ആ അതാണ് എടുത്തേക്കുന്നത്. ആ ഈ ഇപ്പൊ ഇട്ടേക്കുന്ന ഈ ചുരിദാറിനില്ലേ, ഈ ഷോൾ എനിക്ക് ഇഷ്ടമില്ലേ. ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന തുണിയായതുകൊണ്ട് ഞാൻ എന്താ ഇതിന് തന്നെ വേറൊരു ഷോൾ കൂടെ മേടിച്ചു. കണ്ട. അപ്പൊ ഇനിയിപ്പോ ഇതാണ് ശരിക്കും ഇതിന് കളറ് വേറെ കളറ് വായിപ്പോയായിരുന്നു. ഇതാണിപ്പോ ഒറിജിനൽ കളറ്. അപ്പൊ എന്റെ ചുരിദാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞോട്ടോ. ഒരു പ്രശ്നവും ഇല്ല. ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ. അങ്ങനെ ഞങ്ങൾ വന്ന വഴി ഇച്ചിരി തന്നെയായിരുന്നു കൊച്ചിന് തിന്നാൻ മേടിച്ചു. പിന്നെ ഒരു ഇത് കുടിച്ചു. എന്തായിരുന്നു അവിടെ വെച്ച് കണ്ടില്ലായിരുന്നു. പിന്നെ മരുന്ന് വാങ്ങിക്കണമായിരുന്നു അവന്. ഇതാണ് അവന്റെ മുറിവിന്റെ മരുന്ന്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മുറിവിന് തേക്കുന്നത്. അപ്പൊ അത് തീർന്നായിരുന്നു. കുറച്ചും കൂടെ ഉണ്ട്. എന്നാലും നമ്മൾ എപ്പോഴും കൂടുതൽ കരുതണല്ലോ. അപ്പൊ ഇത് മേടിച്ചു. ഇനി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിട്ട് ചോറൊക്കെ ഉണ്ടോ കേട്ടോ. ചോറുണ്ടേ. എല്ലാം കൊണ്ട് അലമാരി വെക്കട്ടെ. നർമ്മദേന്ന് വാങ്ങിച്ചോട്ടോ. നർമ്മദ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നായിരുന്നു. ഇന്ന് നമ്മുടെ അവിയലിത കുറച്ചെടുത്തോണ്ട് വന്ന് ഞാന് നമുക്കൊന്ന് ചൂടാക്കാൻ വെച്ചേക്കാം. 12:30 ആയത് ഇവിടെ. ചെറിയ തീ കിടന്ന് നന്നായിട്ട് ചൂടാവണം. ആദ്യം ഫസ്റ്റ് മിലാന എന്ന് പറയുന്ന കടയിലാണ് കയറിയത്. അവിടെ ചെന്നപ്പോഴത്തേക്കൊണ്ടേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. നേരത്തെ ഞങ്ങൾ മിലാനായി ചെല്ലുമ്പോഴത്തേക്കും നല്ലൊരു കൊച്ചുണ്ടായിരുന്നേ. ആ കൊച്ചിന്ന് അവിടെ ഇല്ലായിരുന്നു. വേറെ 2-3 എണ്ണമായിരുന്നേ. നമ്മൾ വേണ്ട ഫ്രീ ആയിട്ട് മേടിക്കുന്ന ലക്ഷണത്തിലാണ് അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾ നമുക്ക് എടുത്തു തരുന്നത്. എന്തോ വളരെ കഷ്ടപ്പെട്ട് എന്തോ ഒരു ഇതുപോലെ ഒരു ഇത് എന്താ വലിയ ഭാവം. ഞാൻ പറഞ്ഞേ എനിക്കിവിടെ വേണ്ട, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ വേണ്ട ചുരിദാറ് ഞാൻ അവിടുന്ന് വാങ്ങിക്കോളായിരുന്നു. വേറൊരു കൊച്ചന് നല്ല അവർക്കൊരു മടിയില്ലാതെ ഇങ്ങനെ എടുത്തെല്ലാം ഇടുക. ഇത് വലിയ മടിച്ചുകൾ. നമുക്ക് പൈസ കൊടുത്താൽ വേറെ കടയിൽ കിട്ടത്തില്ലേ. അവിടുന്ന് ഞാൻ കഴിവതും ഞാൻ എല്ലാം ശ്രമിച്ചു നിൽക്കുന്ന ഒരാളാണേ. അപ്പം ചേട്ടനായാലും പുറത്ത് നിൽക്കുക. ചേട്ടൻ കണ്ടിരുന്നെങ്കിൽ 2 തൊഴിയും കൂടെ കൊടുത്തിട്ട് ചേട്ടൻ സത്യം പറഞ്ഞാൽ ഇറങ്ങിപ്പോയത്. ചേട്ടൻ പുറത്ത് നിൽക്കുമായിരുന്നു. പുറത്ത് എന്തോ ആരാണ്ട് ഫോൺ വിളിച്ചോണ്ട് നിൽക്കുക. അല്ലെ കലി വന്നേന്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് വേണ്ട കേട്ടോ, കൊള്ളത്തില്ല, ഒന്നും കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ലെ ചിലപ്പോൾ അവിടെ കയറി 2 എണ്ണം പറയും. പിന്നെ അവിടുന്ന് ഞങ്ങൾ നർമ്മദയിലോട്ട്. എന്ത് രസമാണ്. ബാക്കിയെല്ലാം വലിയ കടകൾ. ചെറിയ കടയിൽ ചെല്ലുമ്പോഴല്ലേ ഗമ. വലിയ കടയിൽ ചെന്നാൽ ഒരു ഗമയില്ല കേട്ടോ. അവര് നമ്മളെ അറിയാവുന്നൊരു ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. സ്ഥിരം ഞാൻ പണ്ടൊക്കെ അവിടെ നിന്നായിരുന്നു എടുക്കുന്നത്. അപ്പം അല്ല അവരെന്നൊക്കെ പ്രായമുണ്ടായിരുന്നു. എന്താണേലും നല്ല പെരുമാറ്റവും എന്തായിട്ട് എത്ര ചുരിദാർ പെറുക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഞാനെല്ലാം എടുത്തെല്ലാം കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു. അതായിരുന്നു. പിന്നെ വേറെ കുറെ 2-3 ഒത്തിരി നോക്കി കേട്ടോ. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ്റെ അമ്മ ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 2 പേരും 2 ഇതില്ല. ഒരെണ്ണം എൻ്റെ മോൻ മേടിച്ചിരുന്നു, ഒരെണ്ണം എൻ്റെ ചേട്ടൻ മേടിച്ചിരുന്നു. അപ്പോൾ പിറന്നാളല്ലേ 11-ാം തീയതി അമ്പലത്തിൽ, ഫസ്റ്റ് അമ്പലത്തിൽ അല്ലേ, അമ്പലത്തിൽ ഇട്ടിട്ട് നമുക്ക് എടുത്തു വെക്കാം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഇന്ന് ഒത്തിരി വർത്താനം പറഞ്ഞ സമയം കിട്ടില്ല അല്ലേ. ഇതുകൊണ്ടോ മുടിയൊക്കെ പൊക്കി കെട്ടിച്ചിട്ടുണ്ടോ. ഒത്തിരി പേർക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ തലമുടി കാരണമല്ല, തലമുടിയുടെ വളർച്ചയുടെ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി പേർക്ക് അത് ഉപകാരവും ചെയ്തു. ഇപ്പൊ ഇന്ന് ഹായ് പറയാൻ 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, എൻ്റെ മറന്നുണ്ട്. മല്ലിക ഹിമ ഗൗരി ചേച്ചി എനിക്കൊരു ഹായ് പറയണേ ചേച്ചി. എത്ര ഹായ് വേണേലും പറയാം കേട്ടോ. ഹായ് 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 തന്നിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ മറന്നു. അതുപോലെ പത്മനായർ, അയ്യോ എൻ്റെ ദൈവം, രാധാനായരുടെ പറ്റിക്ക് ഇവർ 2 പേരും കൂടെ തെറ്റിപ്പോയി. വഴി ചോദിച്ചിട്ട് ഞാൻ വേറൊരാൾക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എന്നോട് വഴക്കിട്ടു. എന്നോട് പറഞ്ഞു, കണ്ടോ ഞാൻ എത്ര പ്രാവശ്യമായിട്ട് വഴി ചോദിച്ചുകൊണ്ടിരുന്നതാ, എന്നിട്ട് എന്നോട് ഇതുവരെ വഴി പറഞ്ഞു തന്നില്ല. വേണ്ട അവര് ചോദിച്ചു പറഞ്ഞ വഴി പറഞ്ഞു കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ചുമ്മാതാ കേട്ടോ, ചുമ്മാ തമാശയാണേ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇനി ചോദിക്കത്തേ ഇല്ല,
ഞാൻ ജയുടെ വീഡിയോ കാണും എന്താണേലും എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ദൈവമേ, നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ആ വഴി. എൻ്റെ വിചാരം എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, ഒത്തിരി ആൾക്കാരോടും ഞാൻ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞ വഴിയൊക്കെ. ഇപ്പം വരാം. വെള്ളം കുടിക്കാൻ എന്ത് വെള്ളം എല്ലാവരും കുടിക്കുന്നവരെ വെള്ളം കുടിച്ച് കഴിക്കും. മുന്തിരിങ്ങ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രക്ഷയില്ല, കിട്ടത്തില്ല. ഞാൻ ഒത്തിരി ആൾക്കാർ ചക്കവേല് വെച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. സൂപ്പറാണ് ചക്കവേല്, നമ്മളെ ഫേവററ്റാ. ഇന്ന് രാവിലെ ഞാൻ നീലമ്മയ്ക്ക് പാല് കൊടുക്കാൻ ചെന്നപ്പം അവൾ പാല് കുടിക്കുന്നില്ല. പാല് കുടിക്കാൻ എന്നോട് പറയാം എന്ന് വർത്താനം പറഞ്ഞു. അപ്പം ഓർത്തച്ചാൽ മതി ഇന്ന് എന്തെങ്കിലും നടക്കുമെന്ന്. ഡെലിവറി, അതായത് നമ്മളെ നോക്കി സംസാരിക്കുക. ഞാനൊരു കൊച്ചു ഡോക്ടറാണ്. എനിക്കിപ്പോൾ എത്ര പേരുടെ പ്രസവം എടുത്തോണ്ട് നമുക്കറിയാം. ഒത്തിരി പ്രസവിച്ചില്ലേ അവളും ഇക്രും ഒക്കെ. അപ്പം എന്നോട് വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒപ്പം നീന്ന് പ്രസവിക്കില്ല. അപ്പം ഞാൻ നിൽക്കിയെടുത്ത് ഇപ്പോഴത്തെ അമ്മമ്മയുടെ കൂടത്തിലിട്ടു. അല്ലെ അടക്കിട്ട് കൊച്ചു കാണും ചത്തു ഭയങ്കര നോക്കാം ഇട്ടു. അപ്പം മിക്കവാറും കാണും. ഒത്തിരി പേര് സംസാരിച്ചെന്നോട്. ഇന്ന് ഉണക്കയില കറി ചക്കവേല് നമുക്ക് കാണിക്കട്ടെ. ഉണക്കയില കറി കണ്ട, ഉണക്കയിലെ മാങ്ങയും കൂടെ കറി. ഇതങ്ങോട്ട് മാത്രം മതി ചോറുണ്ണാൻ. വെയിലത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് മുഖമൊക്കെ കഴുകണം കേട്ടോ. ഞാൻ വന്ന് ഒന്ന് കഴുകിയായിരുന്നു, ഭയങ്കര ചൂടായിപ്പം ഒരു രക്ഷയില്ല. ഞാൻ ഒറ്റ പ്രാവശ്യം കഴുകിയായിരുന്നു. ഇപ്പൊ പൗഡറോ ഒരു കുന്തോ ഇടാതിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇടുന്നൊക്കെ വെറുതെ. പിന്നെ നിങ്ങളോട് ഞാൻ പറയാൻ മറന്നു, വെയിലത്ത് പോയിട്ട് വന്നുടനെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ നന്നായിട്ട് നമ്മുടെ തക്കാളി ഇട്ട് വരയ്ക്കുക. കാപ്പിപ്പൊടി ഒന്നും വേണ്ട കേട്ടോ. ഡോക്ടർ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഒന്നും കാപ്പിപ്പൊടി നമുക്ക് എടുക്കണ്ട കേട്ടോ. നമ്മുടെ കാപ്പിപ്പൊടിയാണ്, കുഴപ്പമില്ല. ആഴ്ചയിലൊന്നും ചെയ്തു കുഴപ്പമില്ല കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് വരയ്ക്കട്ടെ. വരച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് കഴുകിയിട്ട് വരാവേ. 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകട്ടെ. ഇപ്പൊ തന്നെ ഒരു സുഖ. ഓ, നല്ലൊരു ഫ്രഷായി നമ്മൾ കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. വെയിലത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തക്കാളി ഇട്ട് ഇച്ചിരി നാരങ്ങാനീരും കൂടെ അതിനകത്തോടെ ശക്കലം തേച്ച് നേരിട്ടൊരിക്കലും നാരങ്ങാനീര് മുഖത്ത് ചെയ്യരുത് കേട്ടോ. ഇച്ചിരി തക്കാളിക്കകത്തോട്ട് ഇച്ചിരി നീരൊഴിച്ചിട്ട് അങ്ങോട്ട് നന്നായിട്ട് ചെയ്യാം. പഞ്ചസാര ശാലിട്ട് തക്കാളിയിലിട്ട് ചെയ്യാം. കാപ്പിപ്പൊടിയും പഞ്ചസാര ഇതും കൂടി ഇട്ട് ചെയ്യാം. പക്ഷെ കാപ്പിപ്പൊടി എപ്പോഴും ഉപയോഗിക്കണ്ട കേട്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വെയിലത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ എപ്പോഴും അല്ല, ചിലപ്പം ഒക്കുമ്പോൾ. ഇനി ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോട്ടോ. വെള്ളമൊക്കെ വയറ് നിറച്ച് കുടിച്ച് ചോറേ വേണ്ടാർക്കും. ചോറുണ്ണട്ടെ. ഉണക്കയിലക്കറി എല്ലാം കൂട്ടി. ചക്കവേല് രണ്ടാമത്തെ മഹത്തായ രണ്ടാമത്തെ ദിവസം ചക്കവേല്. ഒരാഴ്ചയൊക്കെ ഓടുവോ? ഒരാഴ്ച ഓടുമോ നമുക്കറിയില്ല. മാങ്ങ വേണ്ടേ? എന്നാ കറിയിലെ മാങ്ങ. ഓരോരുത്തർ ഓരോ പ്ലേസിൽ വന്നിരുന്നു. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞ അങ്ങനൊക്കെ ഇരിക്കുവാണേ. ചായ കുടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ കസേര ചൂടെ പൊറോട്ട തിന്നിട്ട് ഇപ്പൊ ഓക്കെ അല്ലേ. എന്റെ രാജുവിനെ കാണുന്നില്ലല്ലോ. എന്റെ രാജു ഇങ്ങോട്ട് നീങ്ങി. എല്ലാരും ചോദിച്ച് രാജു തന്നെ വിളിക്കുന്നേ. എന്റെ അമ്മയുടെ ഓമന പേരാ ഞങ്ങള് രാജു എന്ന് വിളിക്കുന്നത്. ഞങ്ങള് 3 പേരും രാജുന്ന് വിളിക്കുന്ന. രാജമ്മ എന്നാണ് ഒറിജിനൽ പേര്. രാജമ്മ യെസ് എന്നാണ് ഒറിജിനൽ പേര്. പക്ഷെ ഞാന് ചേച്ചിമാരും എല്ലാം സ്നേഹം കൂടുമ്പം രാജുന്ന് വിളിക്കും. സ്നേഹമില്ലാതെ മൂശേട്ടയായിട്ട് രാജു ഇരിക്കുവാണെങ്കിൽ അമ്മയെന്ന് വിളിക്കും. അതെല്ലാവരും അങ്ങനല്ലേ അല്ലേ? അങ്ങനാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ. എന്താ ചൂട്, ഒരു രക്ഷയില്ല.
അല്ലേ? ഒരു രക്ഷയും ആ, ഒരു രക്ഷ. അമ്മയുടെ ഇവിടെ ഇങ്ങനെ ഇച്ചിരി വെട്ടിയിട്ടാ നല്ലതായിരുന്നു. ഇത് എന്റെ മക്കളെ കുറച്ച് ഇവിടെ ഇച്ചിരി വെട്ടി കൊടുക്കട്ടെ അമ്മയ്ക്ക്. എൺപത്തൊന്നാം വയസ്സിൽ വെട്ടുക. ഇവിടെ ഇങ്ങനെ വെട്ടി ഇച്ചിരി ഡൈ ഒക്കെ തേച്ച് ഒരു ജിമിക്കി ഒക്കെ ഇടിച്ച് ഒരു ദിവസം ഞാൻ ഇരുത്തുന്നുണ്ട്. അയ്യോ, അപ്പം നല്ല രസമായിരിക്കും എന്റെ അമ്മയെ കാണാൻ അല്ലേ? പിന്നെ കല്യാണത്തിന് ജിമിക്കില്ലായിരുന്നു, കല്യാണം കഴിഞ്ഞ ജിമിക്കി ഇട്ടേ. ആണോ? കല്യാണം കഴിഞ്ഞാണ് ജിമിക്കി ഇട്ടത്? കല്യാണം കഴിഞ്ഞ കല്യാണത്തിന് എന്നായിരുന്നു? ജിമിക്കി ഇല്ലായിരുന്നു, നെറ്റുകമ്മല്. നെറ്റ് കമ്മലോ? നെറ്റുകമ്മല് സ്വർണത്തിന്റെ. ആണോ? നെറ്റ് കമ്മലെന്ന് പറഞ്ഞ ഞാത്തള്ളാണോ? അല്ല, ഞാത്തുള്ളതല്ല, ചുമ്മാ ഇങ്ങനെ വട്ടത്തിൽ നെറ്റ് 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 പോലെ. ആ ഇടയ്ക്ക് അതായിരുന്നു. ആണോ? ഓ, അമ്മയ്ക്ക് ഒരു അടി നല്ലൊരു മറ്റേ മാലയില്ലായിരുന്നോ? അടിയല് അടിയത് അല്ലേ? ഭയങ്കര ആശുവാരിയായിരുന്നു കേട്ടോ. നല്ല മാലയായിരുന്നു. പൗത്രക്കെട്ട്. പൗത്രക്കെട്ട് മാലയായിരുന്നു രാജമ്മയുടെ. പൗത്രക്കെട്ട്. ആ മാല മൂത്തമ്മക്ക് കൊടുത്തായിരുന്നു? അല്ല, ഇല്ല, കൊടുത്തില്ല. പൗത്രക്കെട്ട് മാലയുടെ ഒക്കെ ആളാ. പൗത്രക്കെട്ട് തന്നെയല്ല, അന്നത്തെ കാലത്ത് ഇഷ്ടംമാരി കൊടുത്തു. അതെ, സ്വർണം. അപ്പൂപ്പനെ സാട്ടാക്കച്ചവടായിരുന്നു അമ്മയുടെ അച്ഛന്. പുള്ളിക്കാരനുണ്ടല്ലോ, അയ്യോ ഞങ്ങളുടെ അപ്പൂപ്പനെ വെള്ളത്തിൽ കൂടെ ഓടുന്ന സൈക്കിള് കണ്ടുപിടിച്ചു. അല്ലേ? സൈക്കിള് കണ്ടുപിടിച്ചു, വെള്ളത്തിൽ കൂടെ ഒക്കെ ഓടി പേപ്പറിനകത്ത് വന്നു. വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ്. എന്നിട്ട് ഈ അപ്പൂപ്പന്റെ പരിപാടി എന്നാന്നറിയാം, ഇഷ്ടംമാരി ഉണ്ടാക്കി പൈസ ഓരോന്നൊക്കെ ഉണ്ടാക്കി, എല്ലാം സോപ്പ് ഉണ്ടാക്കി, സോപ്പ് ബിസിനസ് എല്ലാം ഉണ്ടാക്കിയിട്ട് അപ്പൂപ്പനെ പിന്നെ സാറ്റാ കച്ചവടത്തിൽ നഷ്ടമായില്ലേ? നഷ്ടമായി. സാറ്റാ കച്ചവടം വന്ന ഞങ്ങൾക്ക് ഒത്തിരി കിട്ടി, പക്ഷെ അത് പോയി, നഷ്ടമായി. അപ്പൂപ്പൻ മൊത്തം ഉണ്ടാക്കി എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ കേറി അമ്മും ഒരു ഭരണമായിരുന്നു. പൊന്നമ്മ. പൊന്നമ്മ എന്ന് പറഞ്ഞാൽ എല്ലാരും വിറയ്ക്കും, വിറവിറയ്ക്കും. പൊന്നമ്മ. ഞാൻ പറയും, പൊന്നമ്മയുടെ ഒന്നും ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊന്നമ്മയെ കണ്ടു കഴിഞ്ഞാൽ വിറയലാണ്. കാരണം പൊന്നമ്മയാണ് ഭർത്താവ്, പൊന്നപ്പനല്ല, അപ്പൂപ്പനല്ല ഭർത്താവ്. പൊന്നമ്മയാ ഭർത്താവ്. ഒരു വീട്ടിലെ പെണ്ണുങ്ങളല്ലേ ഭാര്യയായിട്ട് നിൽക്കണ്ടേ, ആണുങ്ങൾ ഭർത്താവും അല്ലേ? അമ്മുമ്മ ഭാര്യ ഭർത്താവാൻ കാരണമുണ്ട്. അപ്പൂപ്പ സാട്ടാക്കച്ചവടത്തിൽ മൊത്തം നഷ്ടമാക്കി കൊണ്ടുവന്നു. പിന്നെ പിള്ളേരെ കെട്ടിക്കാൻ നിൽക്കുന്നു. പിള്ളേരെ മൂന്നെണ്ണം 1 2 3 ഇവിടുത്തെ പോലെ തന്നെ ഇങ്ങനെ 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 2 ആണും 3 പെണ്ണും. അതിലെ ഒരു പെണ്ണാണ് നമ്മൾ ആലപ്പുഴ ചെന്നപ്പോ അജിച്ചേച്ചിയുടെ 3 ആണും 3 പെണ്ണും. 3 ആണും 3 പെണ്ണും. അത് 2 ആണുങ്ങൾ മരിച്ചുപോയി. ഒരാങ്ങളെയാണ് അയച്ചേച്ചിയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത്. അതായത് ഞങ്ങളുടെ അമ്മായിയെ കല്യാണം കഴിച്ചേക്കുന്ന അമ്മാവൻ, അതായത് രഘുചേട്ടന്റെ പെങ്ങളെ കെട്ടിയേക്കുന്ന അമ്മയുടെ ആങ്ങളെയാ. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പൊ രഘുചേട്ടന്റെ പെങ്ങളുടെ മകനാണ്, അല്ലെ, രഘുചേട്ടന്റെ പെങ്ങള് ഞങ്ങളുടെ മാമന്റെ ഭാര്യ. അമ്മയുടെ ആങ്ങളയുടെ ഭാര്യ രഘുചേട്ടന്റെ പെങ്ങള്. ആ ഒരു കെയർ ഓഫിലാണ് അയച്ചേച്ചിയുടെ കല്യാണം ആലോചിച്ച് വന്നത്. സുമുഖനായ സുന്ദരനായ രഘുചേട്ടൻ ഇങ്ങനെ ഉണ്ടെന്ന് ഗോപിമാമനാ വന്ന് പറഞ്ഞത്, അതായത് അമ്മയുടെ ആങ്ങള. അങ്ങനെ എല്ലാം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. പിന്നെ അമ്മുമ്മ നല്ലതായിട്ട് പൈസ ഉണ്ടാക്കാൻ മിടുക്കിയായിരുന്നു. ഇങ്ങനെ ഓരോ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യും. ഒന്നിനും കൊള്ളത്തില്ല. എനിക്ക് ഇവിടുന്ന് ഓട്ടോയെ കയറി സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇവിടം വരെ പോത്തില്ല, ചുങ്കം വരെ പോത്തില്ല. എന്റെ അമ്മ ആലപ്പുഴന്ന് തന്നെത്താൻ കാഞ്ചപ്പള്ളി വരുമായിരുന്നു. എന്റെ അടുക്കല്ലേ, ഞാൻ കാഞ്ചപ്പള്ളി താമസിച്ചോണ്ടിരിക്കുമ്പോ തന്നെത്താൻ വരുമായിരുന്നു. അപ്പൂപ്പ സ്വർണ്ണമൊക്കെ ഒത്തിരി ഉണ്ടാക്കിയില്ലേ? അല്ലേ? സ്വർണ്ണം എല്ലാം ഉണ്ടാക്കിയോണ്ടാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയത്. തീരെയൊന്നും അപ്പൂപ്പ നല്ല മനുഷ്യനായിരുന്നു. അപ്പൂപ്പ നല്ല മനുഷ്യൻ, പാവായിരുന്നു. അമ്മൂമ്മ ഭദ്രകാളിയായിരുന്നു. അച്ഛൻ അതായാലും മരിച്ചു വേണ്ടേ, കേക്കത്തില്ല, എന്നെ വെടിവെക്കത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥകള്, അമ്മയുടെ വീട്ടിലെ കഥകൾ. അപ്പൊ അമ്മയ്ക്ക് കുറെ സ്വർണ്ണമൊക്കെ കൊടുത്തു കേട്ടോ. ഭയങ്കര ടീമായിരുന്നു. അന്നത്തെ കാലത്ത് സ്വർണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ, എന്ത് വിലയാ അല്ലേ. അന്ന് അമ്മയ്ക്കൊക്കെ ഒത്തിരി കൊടുത്തു. അച്ഛന്റെ ഭാഗ്യം അല്ലേ. അങ്ങനെ
പിന്നെ വേറെ എന്നാ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നേ. ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യണം, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം കേട്ടോ. അപ്പം